ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ്. അതേപോലെ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചില എക്സാംസൊക്കെ മാർക്ക് അത്രയും നിങ്ങൾ പ്രതീക്ഷ അത്രയും മാർക്ക് കിട്ടാത്തവരും, അതേപോലെ ചില എക്സാംസ് ഫെയിലായിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളും ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് എക്സാം എഴുതാം. മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലങ്ങനെ വരുത്താം. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്ക് നിങ്ങൾ പ്രതീക്ഷ അത്രയും മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പാസ്സാവും എന്ന് വിചാരിച്ചിട്ട് പാസ്സായില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുട്ടികൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഓക്കെ, കാരണം ചുറ്റും എനിക്ക് തോന്നുന്നു എല്ലാവരും പാസ്സായി മാർക്കിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചെറിയ ചിലപ്പം പഠിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കാണും, ചിലപ്പം മടി പിടിച്ച് പഠിക്കാനായിരിക്കാം. ബട്ട് എനിവേ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ നമുക്കൊരു ചാൻസ് വന്നേക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഡേറ്റ്, ടൈം ടേബിൾ എങ്ങനെയാണ്, ടൈമിങ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള ഫുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. അടുത്ത നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ്മെൻ്റ് അല്ലെ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമുക്ക് ഓൾറെഡി ഡേറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 27th May ആണ്. ഓക്കെ, 27th May ആണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതുകൊണ്ട് ആരും മറക്കരുത്. നിങ്ങൾ റിസൾട്ടൊക്കെ നല്ലോണം ഒന്ന് അനലൈസ് ചെയ്ത്, ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അനലൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച്, അല്ലെങ്കിൽ ഏതിനാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, വെറുതെ എല്ലാം കൂടെ കയറി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനാണോ വേണ്ടത് എന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യാം. അതേപോലെ ചില സബ്ജക്ട്സ് ഫെയിൽ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയോ അതിൻ്റെ കൂടെ തന്നെ അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 27th ആണ്. ഓക്കെ, ആൻഡ് എക്സാംസ് നിങ്ങൾക്ക് വരുന്നത് ജൂണിലേ ഉള്ളൂ. ഓക്കെ, ഇപ്പോഴേ അപ്പം നിങ്ങൾക്ക് കുറേ ടൈമുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 month അടുപ്പിച്ച് നിങ്ങൾക്ക് ടൈമിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ടെൻഷനും വേണ്ട. 1 month-ഓളം നമുക്ക് ടൈമുണ്ട്. നല്ല സുഖമായിട്ടിരുന്ന് പഠിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അതേപോലെ ഇനി ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇത് വിഷയമാവുമോ കുഴപ്പമാവുമോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാംസും റിസൾട്ടും ഒക്കെ ഉടനെ തന്നെ വരികയും ചെയ്യും. നിങ്ങൾക്ക് കോളേജിലൊക്കെ ജോയിൻ ചെയ്യുന്നതും ഒന്നും ടൈമിങ് ലേറ്റ് ആവില്ല. അപ്പം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക. എക്സാം ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് 23rd June തൊട്ട് 27th June വരെ പെട്ടെന്ന് തീരും. ഓക്കെ, ഇതൊന്നും വലിച്ചു നീട്ടൽ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ തീരും. അതേപോലെ റിസൾട്ടും എല്ലാം പെട്ടെന്ന് തന്നെ വരും. നിങ്ങൾ നല്ല രീതിയിൽ ടെൻഷനൊന്നും അടിക്കാതിരുന്ന് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഡേറ്റ് ശ്രദ്ധിച്ചോണം. 27th May ആണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി മിസ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 150 ആണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഓക്കെ, ഓരോ സബ്ജക്റ്റിനാണ് നിങ്ങൾ എത്ര സബ്ജക്റ്റ് എഴുതുന്നുണ്ടോ അതിൽ ഓരോ സബ്ജക്റ്റിനും 150 rupees ആണ് വരുന്നത്. പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾ, ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, ബിസിനസ് സ്റ്റഡീസ് ഒന്നും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സാംസ് ആണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 150 rupees per സബ്ജക്റ്റ് ആണ് വരുന്നത്. ഇനി പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതേപോലെ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പെർ സബ്ജക്റ്റ് 175 rupees ആണ്, 175 രൂപയാണ് നിങ്ങൾക്ക് സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, ഇത് രണ്ടും എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പ്രാക്ടിക്കൽ എക്സാമും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിത്തൗട്ട് പ്രാക്ടിക്കൽസുള്ള സബ്ജക്റ്റിൻ്റെയും നമ്മൾ എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞ് 150 175 rupees പെർ സബ്ജക്റ്റാണ് വരുന്നത്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഫീസ് നിങ്ങൾ ജയിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ അത്രയും എഫേർട്ട് അന്ന് ഇട്ടില്ല, അല്ലെങ്കിൽ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടണം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് വരുന്നത്
500 റുപ്പീസാണ് പെർ സബ്ജക്റ്റ്. ഓക്കെ, അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത്തിരി ബാക്കി മറ്റേ ഇതുപോലല്ല. നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ വെറുതെ എല്ലാം കൂടെ ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്യൽ നല്ലോണം നോക്കിയിട്ട് ഏത് എക്സാമിനാണോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നുന്നത് അത് നല്ല കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു സബ്ജക്റ്റിന് 500 രൂപ വെച്ചിട്ടാണ് വരുന്നത്. ആൻഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി 40 റുപ്പീസാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് റീവാലുവേഷൻ ഉള്ള കുട്ടികൾക്കാണ്. ഓക്കെ, ചിലർക്ക് ചിലപ്പം ഡൗട്ടായിരിക്കും, അയ്യോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്രയും പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല, ഇനി മാർക്ക് കിട്ടാനുണ്ട് എന്ന് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ നല്ല കോൺഫിഡൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, റീവാലുവേഷനും 500 റുപ്പീസാണ് നിങ്ങൾക്ക് പെർ പേപ്പർ വരുന്നത്. ഓരോ പേപ്പറിന് 500 റുപ്പീസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആൻഡ് അതേപോലെ സ്ക്രൂട്ടിനി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആൻഡ് അതിൻ്റെ ഫോട്ടോ കോപ്പി കാണണം എന്നുണ്ടെങ്കിൽ, സ്ക്രൂട്ടിനി ആണെന്നുണ്ടെങ്കിൽ 100 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അതേപോലെ ഫോട്ടോ കോപ്പി കാണണം എന്നുണ്ടെങ്കിൽ 300 റുപ്പീസാണ് പെർ പേപ്പർ വരുന്നത്. സ്ക്രൂട്ടിനി ആണെങ്കിലും ഒരു പേപ്പറിന് 100 രൂപ, അതേപോലെ ഫോട്ടോ കോപ്പി കാണണം എന്നുണ്ടെങ്കിൽ 300 റുപ്പീസ് പെർ പേപ്പറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് മാർക്ക് കിട്ടിയില്ല എന്നുള്ള ഉറപ്പുള്ള സബ്ജക്ട്സിന് അതേപോലെ റീവാലുവേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം റീവാലുവേഷൻ നോർമലി 500 രൂപയാണ് ഒരു പേപ്പറിന് തന്നെ. സ്ക്രൂട്ടിനി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 100 പെർ പേപ്പർ വരും. അതേപോലെ ഫോട്ടോ കോപ്പി നോക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്ട്രാ ഒരു 300 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താണ് ഏതാണ് നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ടൈം ടേബിളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മാറിപ്പോകരുത് ടൈം ടേബിൾ. കാരണം നമ്മൾ നോർമലി നിങ്ങൾ എക്സാം എഴുതിയപ്പോൾ ഓരോ ദിവസവും ഓരോരോ സബ്ജക്റ്റ് വെച്ചിട്ടായിരുന്നു, ഇടയ്ക്ക് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ കൺഫ്യൂഷനോ സംഭവം അതിൽ വരാൻ ചിലപ്പം ചാൻസ് കാണില്ല. പക്ഷെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സേ എക്സാമിന് അങ്ങനെയല്ല വരുന്നത്. ഓക്കെ, ഒരു ദിവസത്തിന് 2 സബ്ജക്റ്റൊക്കെ വെച്ച് വരുന്നുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് ടൈം ടേബിൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം അത് കൊടുക്കാൻ. ഓക്കെ, സേ എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, നോക്കുക. നിങ്ങൾക്ക് എന്തായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതാണ് വന്നേക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ഒരു ദിവസം 2 സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. നമുക്ക് ഓരോ സബ്ജക്ട്സ് ഏതൊക്കെ ഡേറ്റ് എപ്പോഴാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ 23-ാം തീയതിയിലാണ് അത് തുടങ്ങുന്നത്. 23 ഫോർനൂൺ എന്ന് പറഞ്ഞാൽ രാവിലെ മൺഡേ സെക്കൻഡ് ലാംഗ്വേജ്. ഓക്കെ, നിങ്ങൾ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണോ എടുത്തേക്കുന്നത് അത് ഇമ്പ്രൂവ്മെൻറ്റോ സേ എഴുതുന്നതായിരുന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ ആയിരിക്കും എക്സാം വരുന്നത്. ഓക്കെ, ടൈമിംഗ് മിസ് പിന്നെ കാണിക്കാം. ആൻഡ് അതേപോലെ അന്നത്തെ ദിവസം തന്നെയാണ് ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് എക്സാം വരുന്നത് ബിസിനസ് സ്റ്റഡീസാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചോണം. അതനുസരിച്ച് വേണം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നവർ നോക്കാൻ. വെറുതെ എല്ലാത്തിനും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കരുത്. അപ്പം ഫസ്റ്റ് എക്സാം വരുന്നത് 23-ാം തീയതി രാവിലെ സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. നിങ്ങൾ മലയാളം, ഹിന്ദി ഏത് സബ്ജക്റ്റാണോ എടുത്തേക്കുന്നത് അതാണ് വരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വരുന്നത് ബിസിനസ് സ്റ്റഡീസാണ്. ഓക്കെ, പിന്നെ അടുത്ത 23-ാം തീയതി കഴിഞ്ഞു. 24 ചൊവ്വാഴ്ച അല്ലെങ്കിൽ ട്യൂസ്ഡേ രാവിലെ വരുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ, ചൊവ്വാഴ്ച രാവിലെ ഇംഗ്ലീഷാണ് വരുന്നത്. ആൻഡ് ചൊവ്വാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷം വരുന്നത് അക്കൗണ്ടൻസിയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് ഡേ സെക്കൻഡ് ലാംഗ്വേജും അതേപോലെ ബിസിനസ് സ്റ്റഡീസും വരുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്കുമായിട്ട്. രണ്ടാമത്തെ ദിവസം 24 ചൊവ്വാഴ്ച 2 സബ്ജക്റ്റ് വീണ്ടും വരുന്നുണ്ട്, ഇംഗ്ലീഷും അക്കൗണ്ടൻസി. ഇംഗ്ലീഷ് രാവിലെയും അക്കൗണ്ടൻസി ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് 25-ന് സെയിം തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ കൊമേഴ്സിൻ്റെ കൂടെ മാത്സ് എടുത്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർനൂൺ അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും മാത്സിൻ്റെ എക്സാം വരുന്നത്. ഓക്കെ, മാത്സ് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്സ് ആണോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണോ അതേപോലെ പൊളിറ്റിക്കൽ സയൻസ് ആണോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ നിങ്ങൾ ഏതാ എടുത്തേക്കുന്നത് അതനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ മാത്സ് എടുത്ത കുട്ടികളാണെങ്കിൽ ശ്രദ്ധിച്ചാൽ രാവിലെയാണ് എക്സാം വരുന്നത്, അതും ബുധനാഴ്ച. ഓക്കെ, ആൻഡ് അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസം എന്തായാലും നിങ്ങൾ സേ എഴുതുന്നവരാണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവരാണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയം വരത്തുള്ളൂ. ഓക്കെ, രാവിലെ ഉച്ചയ്ക്കും കൂടെ നിങ്ങൾക്ക് എന്തായാലും 2 വിഷയം എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് പോകേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പോൾ മാത്സ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ രാവിലെയാണ് വരുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് എക്കണോമിക്സിൻ്റെ എക്സാമാണ്. എക്കണോമിക്സിൻ്റെ എക്സാം 26-ാം തീയതി
തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ആണ് വരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോണം. ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ് ആണ് വരുന്നത്. എക്കണോമിക്സ് മാത്രമേ അന്ന് വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ 27-ാം തീയതി ഫോർനൂൺ, രാവിലെ. ഓക്കെ, രാവിലെ വെള്ളിയാഴ്ച കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്. നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എടുത്തേക്കുന്നത്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പൊളിറ്റിക്കൽ സയൻസ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ എക്സാം വരുന്നത് രാവിലെയാണ് വരുന്നത്. വെള്ളിയാഴ്ച 27-ാം തീയതി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഏത് സബ്ജക്റ്റാണോ എടുത്തേക്കുന്നത് അവർക്ക് 27-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം, ഡേറ്റ് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ നോർമൽ പബ്ലിക് എക്സാം പോലെ അല്ല വരുന്നത്. ഒരു ദിവസം 2 സബ്ജക്റ്റൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതനുസരിച്ച് നോക്കിയെടുക്കാം. ഓക്കെ, അടുത്ത എക്സാം ടൈമിംഗ് ആണ്, ശ്രദ്ധിച്ചോണം. വിത്തൗട്ട് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകളുണ്ടല്ലോ, ഇപ്പം ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, അതേപോലെ ബിസിനസ് സ്റ്റഡീസ്, ഇങ്ങനെയുള്ള എക്സാംസ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ അത് 9:30 തൊട്ട് 12:15 വരെയാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഓക്കെ, രാവിലത്തെ സെഷൻ ആണെന്നുണ്ടെങ്കിൽ, ഫോർനൂൺ സെഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9:30 to 12:15 വരെയാണ് എക്സാം വരുന്നത്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ 2 മണി തൊട്ട് 4:45 വരെയാണ് നിങ്ങൾക്ക് ടൈമിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം. പ്രാക്ടിക്കൽസ് ഇല്ലാത്ത സബ്ജക്റ്റിൻ്റെ കാര്യമാണ് മിസ് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, അതേപോലെ ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സ്, ഇതിനൊന്നും പ്രാക്ടിക്കൽസ് വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്ട്സ് എല്ലാം വരുന്നത് എത്ര മണിക്കാണ്? 9:30 to 12:15 രാവിലെ ആണെന്നുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് ശേഷം ആണെന്നുണ്ടെങ്കിൽ 2 മണി തൊട്ട് 4:45 വരെയാണ് വരുന്നത്. ഓക്കെ, ഇൻക്ലൂഡിങ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈമിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പുറമേ അല്ല നിങ്ങൾക്ക് 15 മിനിറ്റ്സ് കിട്ടുന്നത്, ആ 15 മിനിറ്റ്സും കൂടെ കൂട്ടിയുള്ള ടൈമിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ആൻഡ് പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതേപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ രാവിലെയാണ് എക്സാം എന്നുണ്ടെങ്കിൽ 9:30 to 11:45 ആയിരിക്കും സമയം വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ 2 o'clock to 4:15 ആണ് നിങ്ങൾക്ക് ടൈമിംഗ് വരുന്നത്. അതും ഇൻക്ലൂഡിങ് നിങ്ങളുടെ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്സും കൂടെ കൂട്ടിയിട്ടുള്ള ടൈമിംഗ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ആൻഡ് ലാസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് HSS ലൈവിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം, നിങ്ങളത് ഫില്ല് ചെയ്ത് സ്കൂളിൽ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അത് ബെറ്റർ ജസ്റ്റ് ഒന്ന് പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ സ്കൂളിലോട്ട് പോകുന്നതിന് മുന്നേ ഈ പറഞ്ഞേക്കുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിയിട്ട് പോവാം. എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളൊക്കെ എടുക്കണോ എന്നുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓക്കെ ആക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സ്കൂളിൽ പോയി നിങ്ങളുടെ ടീച്ചേഴ്സോ പ്രിൻസിപ്പളിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം അത് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എന്തെങ്കിലുമൊക്കെ വേണോ, എടുക്കണോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കണോ, ചിലപ്പോൾ 10th മാർക്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ടെൻഷനും വേണ്ട, നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക. അതേപോലെ ഡേറ്റും കാര്യങ്ങളൊക്കെ മറക്കാതെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് വൃത്തിയായിട്ട് നിങ്ങൾക്ക് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നല്ല സെറ്റായിട്ട് പോയാൽ മതി. ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാംസ്. സേ ആണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ പ്രതീക്ഷേനേയും കാട്ടി കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടട്ടെ. താങ്ക് യു.